ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് പേര് കണ്ട് വൈറലായ ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ് പാക്ക് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അവർ പറയുന്നത് പോലെ ഒരു 10-8 ഷെയ്ഡല്ലേ നമ്മുടെ ഉള്ള നിറത്തിനേക്കാൾ നിറം വെക്കുമോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ എൻ്റെ അപ്ലൈ ചെയ്തിട്ട് തുടക്കുന്ന കൈയാണ്. അപ്ലൈ ചെയ്യാത്ത കൈയും ചെയ്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൽ ഡിഫറൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ വേണ്ടൂ. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ആയ ബൗളിലേക്ക് നമ്മൾ എടുക്കേണ്ടത് അരിപ്പൊടിയാണ്. പച്ചരിപ്പൊടിയാണ് വേണ്ടത്. വറുക്കാത്ത സാധാരണ പച്ചരിൻ്റെ പൊടി ഒരു 2 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. അതായത് പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു അരിപ്പൊടി നമ്മുടെ മുഖത്ത് സ്റ്റിക്കായി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിക്കുള്ള പാലെടുക്കുക. പാല് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാധാരണ പച്ചപ്പാൽ മതി. പിന്നെ പച്ചരീൻ്റെ പൊടി എന്ന് പറയുന്നത് പുട്ടിൻ്റെ പൊടിയല്ല, നല്ല ഫൈനായിട്ട് പൊടിച്ച വറുക്കാത്ത പച്ചരി പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഈ നോർമലായിട്ടുള്ള സ്കിന്നുകാർക്കും അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കും ഇതേപോലെ യൂസ് ചെയ്താൽ മതി. എന്നാൽ ഡ്രൈ സ്കിന്നുകാർ ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം അരിപ്പൊടി ഡ്രൈ സ്കിന്നുകാർക്ക് സൂട്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത സാധനം ഒന്നും തന്നെ മുഖത്തേക്ക് ഇട്ടാൽ ഒരു പ്രോബ്ലം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ സാധാരണ നമ്മളൊരു ഫേസ് പാക്കും ക്രീമിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുഖം ഒന്ന് കഴുകിയെടുക്കുമല്ലോ, അതേപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് കളർ നമ്മളെ മുഖത്തേക്ക് നല്ലോണം കാണണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കുക. കാരണം ഈ 2 സാധനം മാത്രം ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൺസിസ്റ്റൻസി ഭയങ്കര കട്ടിയായിട്ടൊന്നല്ല ഉണ്ടാകുക, കുറച്ച് ലൂസി കൺസിസ്റ്റൻസിയിലാണല്ലോ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്ത് താഴേന്ന് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നമ്മൾ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ മുകളിൽ നിന്ന് താഴേലേക്ക് മസാജ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് കൈമിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ വെച്ചിരിക്കണം എന്തായാലും നമ്മുടെ മുഖത്ത്. ഇത് നിങ്ങൾക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം ഇത് സൂക്ഷിച്ച് വെക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകിയെടുത്തിട്ട് നമുക്കിതിൻ്റെ ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ട് ഡ്രൈ ആകുന്ന സമയത്ത് ഇതൊരു വലിഞ്ഞ് പിടിക്കും, സ്കിന്നൊരു വലിഞ്ഞ് പിടിക്കുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രൈ സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യണം. അല്ലെന്നാണെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ പറഞ്ഞതുപോലെ 10 ഷെയ്ഡ് നിറയല്ല ഒറ്റ യൂസ് തന്നെ കിട്ടുമെന്നുള്ളത് നമുക്കിപ്പോൾ ലൈവായിട്ട് ഇവിടെ കാണാം. ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ വെള്ളത്തിലാണ് കഴുകിയെടുക്കേണ്ടത്. അപ്പോൾ നല്ലോണം കഴുകിയെടുത്ത് കൊണ്ടുവരുന്ന ആ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. വെറും ഒരു അരിപ്പൊടിയും പാലും കൂടി മുഖത്ത് തേക്കുമ്പോൾ ഇത്രയും ഒരു ഡിഫറൻസ് വരുമോ എന്നുള്ളത് നമുക്ക് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരു പറയുന്നത് പോലെ നമുക്ക് 10 ഷെയ്ഡ് 8 ഷെയ്ഡ് അത്രയൊന്നും നിറം എന്തായാലും വെക്കൂല. പക്ഷേ നമ്മുടെ ഉള്ള നിറത്തിനേക്കാളും ഒരു 2 ഷെയ്ഡ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് സഹായിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. എൻ്റെ അപ്പുറത്തെ കൈയും ഈ ഒരു കൈയും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരുടെ സ്കിന്നിനും ഇത് എത്രത്തോളം സൂട്ടാവുന്നുള്ളതും എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിന് ഇത്ര റിസൾട്ട് ഏകദേശം എൻ്റെ ഉള്ള സ്കിൻ ടോണിനേക്കാളും 2 ഇരട്ടി 2 ഷെയ്ഡ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഇത് കൂടാനും കുറയാനും റിസൾട്ട് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തിരുന്നാലും ഈ ഒരു പാക്ക് നമുക്ക് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. അവർ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതല്ല. നമുക്ക് വീക്കിലി വേണമെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെല്ലാം വേണമെങ്കിൽ അധികം മസാജ് കൊടുക്കാണ്ട് വേണമെങ്കിൽ ഇട്ടാൽ ചിലപ്പോൾ അവർ പറഞ്ഞതുപോലെ 8-10 ഷെയ്ഡൊക്കെ നിറം വെച്ചിന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ് സീക്രട്ട് എന്ന് പറയുന്ന ആ ഒരു പാക്കിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ജെനുവിനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കാണുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.